ഹലോ, രാവിലത്തെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊന്ന് പുറത്തോട്ട് ചെടികളൊക്കെ എന്തായി ഏതായി എന്നൊക്കെ അറിയാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോൾ നോക്കിയപ്പോൾ തന്നെ എല്ലാം ഒരു പരുവമായിട്ടുണ്ട്. കുറേ കുഞ്ഞു കുഞ്ഞു പോച്ചകളും കരിയിലകളൊക്കെ കയറിയിട്ട് വല്ലാതായിരിക്കുമായിരുന്നു. പിന്നെ ഉമ്മ അതൊക്കെ കുറച്ച് ക്ലീൻ ചെയ്തെടുത്തോട്ടല്ല. പിന്നെ കുറച്ച് ചെടികളിൽ വളമൊക്കെ ഇടാനുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ വളമൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ മീന് കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ചൊക്കെ മഴയത്ത് ഒലിച്ചു പോയി കേട്ടോ. ഇപ്പോൾ കുറച്ച് മീനേ ഉള്ളൂ. പിന്നെ ഇന്നലെ കഴുകിയിട്ട കുറച്ച് തുണികളുണ്ടായിരുന്നു, അതെല്ലാം കൂടി കമ്പിയിലോട്ട് ഇട്ട് വെയിലത്തോട്ട് അങ്ങ് വെച്ച് കേട്ടോ. പിന്നെ ഉമ്മ മുറ്റം തൂക്കാനായിട്ട് പോയി. കൂടെ മോളും ഉണ്ടായിരുന്നേ. ഒരു മാങ്ങ കിട്ടിയ ഉമ്മയുടെ കൈ കൊടുക്കുമായിരുന്നു. ഉമ്മ പറഞ്ഞ് അത് കൊണ്ട് സൂക്ഷിച്ച് വെച്ചോളാം. പക്ഷേ അത് ഫുള്ള് കേടായിരുന്നു കേട്ടോ. ഇന്നലെ അത് അഴുകി വീണതാണ്. പിന്നെ അവൾ ഒരു ചൂലുമായിട്ട് ഉമ്മയുടെ കൂടെ തൂക്കാനങ്ങ് ഇറങ്ങി. എപ്പോഴും ഉമ്മയുടെ കൂടെ ഇങ്ങനെ കാണും കേട്ടോ അവൾ. പിന്നെ ഞാനും ഉമ്മയും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്ന് ഇഡലിയും സാമ്പാറും ചമ്മന്തിയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ട്. പിന്നെ ബാക്കി കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടി എല്ലാം കഴുകിയൊക്കെ വെച്ച് വൃത്തിയാക്കി. പിന്നെ തത്തയ്ക്ക് കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഉമ്മ കറിയിലിടാൻ കുറച്ച് കറിവേപ്പില വെച്ചാൽ വേണ്ടി പറഞ്ഞു. ഞാൻ പിന്നെ അത് പിച്ചിക്കൊണ്ട് വന്ന് നല്ല ഫ്രഷ് കറിവേപ്പിലയല്ലേ നമ്മളെ വീട്ടിൽ തന്നെ കളിക്കുന്നത്, അതെല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ ഓരോ ക്ലീനിങ്ങൊക്കെ അങ്ങ് തുടങ്ങി. ഉമ്മ പിന്നെ മീനൊക്കെ കണ്ടിച്ച് കറി വെക്കാനുള്ള പരിപാടിയിലും കയറി കേട്ടോ. ഞാൻ പിന്നെ ഹോളും റൂമും എല്ലാം പൊടിയൊക്കെ തട്ടിക്കുടഞ്ഞ് തൂത്തുവാരി വൃത്തിയാക്കാനുള്ള പരിപാടിയിലും അങ്ങ് കയറി കേട്ടോ. ഇതൊക്കെ തട്ടിക്കുടഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഓരോ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ വലിയ പാടൊന്നുമില്ല. നമ്മൾ ഓരോ ദിവസം ചെയ്യാതിരുന്നിട്ട് ചെയ്യുമ്പോൾ വലിയ പാടായിട്ട് വരും. പിന്നെ ഉമ്മ പറഞ്ഞ് കറിക്ക് അരയ്ക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ തിരുവി തരാൻ പറഞ്ഞു. തേങ്ങ തിരുവി കൊടുത്ത് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിച്ച് വെച്ച് കേട്ടോ. ഇവിടെ എപ്പോഴും തേങ്ങയ്ക്ക് നല്ല ചിലവാണേ. എല്ലാത്തിനും ഉമ്മ തോനെ തേങ്ങ ഇട്ടാണ് വെക്കുന്നത്. പിന്നെ തോരനരിഞ്ഞ് മോര് കറിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. മോര് കറിയൊക്കെ ഉമ്മ രാവിലെ ഉണ്ടാക്കി വെച്ചേ. പിന്നെ തോരനും മീൻ വറുത്ത എല്ലാം ഉണ്ടാക്കി ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ വൈകുന്നേരം ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്